എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾക്കും വിനീത പ്രണാമം. ധാർമ്മിക മൂല്യങ്ങൾ നിരന്തരം നിറഞ്ഞു നിന്നിരുന്ന ഒരു രാഷ്ട്രം ഏറ്റവും കുറഞ്ഞത് 10,500 വർഷത്തെ ചരിത്ര പൈതൃകം വഹിച്ചുകൊണ്ട് 21ാം നൂറ്റാണ്ടിലും സചേതനമായി നിലനിൽക്കുന്ന ആ ചിന്താധാരകളുടെ നിയമാവലികൾ ഉപരിപ്ലവമായിട്ടാണെങ്കിലും വിവരിക്കുവാൻ അവസരം ലഭിച്ചത് ഒരു ജസ്റ്റിസിന്റെ മുമ്പിലാണ് എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്. കൈവല്യോപനിഷത്തിൽ പറഞ്ഞതുപോലെ ത്യാഗേ നൈകേ അമൃതത്വമാനശു, ത്യാഗത്തിലൂടെ അമരത്വത്തിലേക്ക് എത്താൻ അസതോമാ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ച ഉപനിഷത്ത് വരികളിലൂടെ ആ അമരത്വത്തിലേക്ക് പ്രാപിക്കാൻ ത്യാഗം കൊണ്ടേ സാധിക്കൂ എന്ന് ഉപദേശിക്കാൻ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചൊരു മഹാചാര്യനായ പരമേശ്വർജിയുടെ മുമ്പിൽ വെച്ച് അതേ രീതിയിൽ ധാർമ്മിക മൂല്യങ്ങളെ, ആചാര മഹത്വങ്ങളെ, ജീവിത രീതികളെ വിവരിക്കാൻ അവസരം കിട്ടിയതും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒരു 10 വർഷമായി ഇടതടവില്ലാതെ ബന്ധപ്പെട്ടിരിക്കുന്ന തോട്ടക്കാട്ട് ദിവാൻസ് മെമ്മോറിയൽ ഹാളില് ഇതിനകത്തു വരാനും പ്രവർത്തിക്കാനും യോഗം കിട്ടിയ ആ മഹത് സ്ഥാപനത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഈ കർമ്മത്തിൽ ഏർപ്പെടാൻ ജഗദീശ്വരൻ നൽകിയ അനുഗ്രഹത്തിന് അദ്ദേഹത്തിനോടും എന്നെ ക്ഷണിച്ച് ഇതിന്റെ സംഘാടകരോടും നന്ദി സ്മരിച്ചുകൊണ്ട് ആത്മീയതയുടെ ഒരു സെഷൻ, അതിനകത്ത് ധാർമ്മിക മൂല്യങ്ങളുടെ വിലയിരുത്തൽ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അത് നടത്തണം. പരമേശ്വർജി പറഞ്ഞതുപോലെ സൂത്രേ മണികണായിവ, പുറത്ത് കാണുമ്പോൾ മുത്തുകളാണെങ്കിലും അകത്ത് ഈശ്വരീയ ചൈതന്യം എന്ന ചരടിനാൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അഹം സർവസ്യ പ്രഭവഹമത്തത് സർവം പ്രവർത്തതി, സർവ്വതിന്റെയും ചൈതന്യം ഞാനാണ്, എന്നാൽ സർവ്വതും പ്രവർത്തിക്കപ്പെടുന്നു. അഹം ബീജപ്രദ പിതാ, സർവ്വതിന്റെയും കാരണഭൂതമായിരിക്കുന്നത് ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ രൂപത്തിൽ നിന്റെ മുമ്പിലിരിക്കുന്ന ഞാനാണ് എന്ന് അർജുനനോട് പറഞ്ഞ ആ ഈശ്വര ചൈതന്യത്തെ പെട്ടെന്നറിയാൻ, പെട്ടെന്ന് അനുഭവിക്കാൻ, ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായേക്കാം. കാരണം the external experimentable physical knowledge of science on the one side and on the other side eternal experienceable spiritual science, ഇത് ഭാരതീയര് സമന്വയിപ്പിച്ചിരുന്നു. യജ്ഞവൽക്യ മഹർഷി യജുർവേദത്തിന്റെ 40ാം അധ്യായത്തിലെ 11ാം ശ്ലോകത്തിലൂടെ അതിനെ ആഹ്വാനം ചെയ്തിരുന്നു. അതിന്റെ തൊട്ടു മുമ്പിലുള്ള ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു, അന്ധം സമപ്രവിശന്തി ഏ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവതേ തമോ യൗ വിദ്യായാം രതാഃ. ആരാണോ ഭൗതികമായ ശാസ്ത്രീയ വിദ്യ കൊണ്ട് മാത്രം മാനവരാശിയുടെ സർവ്വപ്രശ്നങ്ങളെയും പരിഹരിക്കാമെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുന്നത്, തേ അവർ അന്ധം തമപ്രവിശന്തി, കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പോകുന്നു. തതോ ഭൂയ, അപ്രകാരം തന്നെ സംഭവിക്കുന്നു. ഇവതേ തമോ യൗ വിദ്യായാം രതാഃ. ആരാണോ ആത്മീയ വിദ്യ കൊണ്ട് മാത്രം മനുഷ്യന്റെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് വിചാരിക്കുന്നത്, അവനും അത് തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ ഭാരതീയ ചൈതന്യം എന്ന സാംസ്കാരിക ജ്വാല നിലനിൽക്കാൻ കാരണം വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ, അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ അമൃതമശ്നുതേ. ആത്മീയമായ വിദ്യ ഒരു വശത്ത്, ഭൗതികമായ ഒരു വിദ്യ ഒരു വശത്ത് എന്ന് ചേർത്ത് 2 തരം വിദ്യകളുണ്ട്. അതിൽ ശാസ്ത്രീയമായ ഭൗതിക വിദ്യ ഉപയോഗിച്ച് മാനവരാശിയുടെ ഭൗതിക ദുഃഖങ്ങളെ അതിജീവിച്ച് ആത്മീയ വിദ്യ ഉപയോഗിച്ച് അമരത്വത്തെ പ്രാപിക്കാൻ ആഹ്വാനം നൽകിയ ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഭാഗമായി വർത്തിക്കുന്ന വേദങ്ങളുടെ പരമ്പരകളിലെ ചൈതന്യം ഭാരതീയ ജീവിതത്തിൽ ഉൾക്കൊണ്ടിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ തുടങ്ങേണ്ടത്. ധാർമ്മിക മൂല്യങ്ങൾ തുടങ്ങുമ്പോൾ ഭാരതീയ വീക്ഷണത്തില്
ഈശ്വരൻ എപ്രകാരം ഉണ്ടായിരുന്നു എന്നറിയണം. കാരണം ഭൗതികമായൊരു വിവരണത്തിലൂടെ ഭാരതീയ ആധ്യാത്മിക മൂല്യങ്ങൾക്ക് മുഴുവനും ഉത്തരം തരാൻ സാധ്യമല്ല എന്ന് പരമേശ്വർജി പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാണ്. ഞാൻ അച്ഛനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, അമ്മയെ നോക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പം, എന്റെ അയൽക്കാരെ നോക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പം, ഡോണ്ട് കെയർ എന്നുള്ളതിന് ഉത്തരം ശാസ്ത്രത്തിനൊന്നും പറയാൻ സാധ്യമല്ല. അത് ആത്മബന്ധത്തിനെ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ആത്മബന്ധം നിലനിർത്തുന്ന രീതിയിലുള്ള ധാർമ്മിക ബോധം വരുത്താൻ ഭാരതീയര് ഈശ്വര സങ്കല്പത്തിന്റെ തന്നെ ഒരു നിരയുണ്ടാക്കിയിട്ടുണ്ട്. അത്യുജ്വലമായൊരു നിര. അതിൽ ഈശ്വരനെ ഡിഫൈൻ ചെയ്ത് മുമ്പോട്ട് തന്നു. തുടക്കത്തിൽ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞിരുന്നു, ഭാരതീയ ആത്മീയതയിൽ LKG ലെവലിലാണ് ഞാൻ എന്ന്. LKG ലെവലിലുള്ള അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ LKG ലെവലിലുള്ളവർക്ക്